നമ്മുടെ ലൈഫിൽ ചില ആൾക്കാരുണ്ട്. അവർ നമ്മളെ അത്രയധികം സ്നേഹിക്കുന്ന ആളുകളാണ്. അതിന് ഉദാഹരണം എന്താണെന്നോ? അവർ നമ്മളെ എപ്പോഴും കെയർ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളെവിടെ എത്തിയെന്നു, ഒരു യാത്രയ്ക്ക് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ കണ്ടോ, മരുന്ന് കഴിച്ചോ, ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ അവരുടെ ഉള്ളിലുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കാനായിട്ട് തോന്നുന്നുണ്ടോ ആരുടെയെങ്കിലും? എങ്കിൽ നിങ്ങളുടെ ഉള്ളിലുണ്ട് ആ ഒരു നല്ല മനുഷ്യൻ. അങ്ങനത്തെ ചോദ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലില്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കപ്പെടാനോ കഴിവില്ലാത്ത ആൾ എന്നൊന്നുമല്ല അതിൻ്റെ അർത്ഥം. ചില ആളുകൾ അത് എക്സ്പ്രസ് ചെയ്യും, ചില ആളുകൾ അത് അടക്കി വയ്ക്കും. അടക്കി വയ്ക്കുന്ന സ്നേഹം ഒരിക്കലും നമ്മൾക്ക് വേറൊരാളെ മുന്നിൽ പ്രകടിപ്പിക്കാനായിട്ട് പറ്റാത്ത ആളുകളാണ്. എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് അതിന് വിലയുണ്ടാവുന്നത്, മറ്റുള്ള ആളുകൾ അത് മനസ്സിലാക്കുന്നത്, അതിനനുസരിച്ച് റിയാക്ട് ചെയ്യുന്നത്. അത് കാരണം കൊണ്ട് സ്നേഹം കൊടുക്കുവാനും സ്നേഹം തിരിച്ചു മേടിക്കാനായിട്ടുള്ള അർഹതയും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇതുപോലെ അന്വേഷണങ്ങളായി വരുന്ന ആളുകളെ നമ്മൾ ഒരിക്കലും വേദനിപ്പിക്കരുത്. അത് എപ്പോഴാണ് മനസ്സിലാവുക എന്നറിയോ? അവരുടെ അന്വേഷണങ്ങളും ചോദ്യങ്ങളും കുറ്റപ്പെടുത്തലുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാണ്ടാവുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കുക അവരെത്ര കണ്ട് നമ്മളെ സ്നേഹിച്ചിരുന്നു, എത്ര കണ്ട് അവർ നമ്മളെ കെയർ ചെയ്തിരുന്നു, എത്ര കണ്ട് അവർക്ക് നമ്മളെ സ്നേഹമായിരുന്നു എന്നൊക്കെ. അത് കാരണം കൊണ്ട് എല്ലാവരും കിട്ടുന്ന സ്നേഹത്തിൽ കൂടുതൽ സന്തോഷിക്കുകയും ആ സ്നേഹം കിട്ടുന്നത് പോലെ തന്നെ അവർക്ക് തിരിച്ചു കൊടുക്കുവാനും നിങ്ങൾ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ പിന്നെ അതൊരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി പോലെയാവും, അല്ലേ? സത്യം അതല്ലേ സത്യം?